നമസ്കാരം, ഞാൻ മനോജ് സീമണി. പ്രമേഹം അല്ലെങ്കിൽ ഹൃദ്രോഗം പോലെയുള്ള വിട്ടുമാറാത്ത രോഗങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ പോഷകാഹാരത്തിനുള്ള പങ്കിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. അതിൽ ഒന്നാമത്തെ പോയിൻ്റ് എന്ന് പറയുന്നത് രക്തത്തിലെ പഞ്ചസാരയുടെ നിയന്ത്രണമാണ്. പ്രമേഹമുള്ള വ്യക്തികൾക്ക് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കുന്നത് സങ്കീർണതകൾ, ഷുഗറുമായിട്ട് ബന്ധപ്പെട്ട സങ്കീർണതകൾ തടയുന്നതിന് വളരെ പ്രധാനമാണ്. കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റുകൾ, നാരുകൾ, ലീൻ പ്രോട്ടീനുകൾ, ആരോഗ്യകരമായ കൊഴുപ്പുകൾ എന്നിവ ഉൾപ്പെടുന്ന സമീകൃത ആഹാരം രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാനും ഇൻസുലിൻ അല്ലെങ്കിൽ ഓറൽ മരുന്നുകളുടെ ആവശ്യകത കുറയ്ക്കാനും സഹായിക്കും. രണ്ടാമത്തെ പോയിൻ്റ് ഭാര നിയന്ത്രണമാണ്, ശരീരഭാരത്തിൻ്റെ നിയന്ത്രണമാണ്. പ്രമേഹത്തിനും ഹൃദ്രോഗത്തിനും ഒരുപോലെ പ്രധാനമായ ശരീരഭാരം നിയന്ത്രിക്കുന്നതിൽ പോഷകാഹാരം നിർണായകമായ പങ്ക് വഹിക്കുന്നു. ശരിയായ പോഷകാഹാരത്തിലൂടെ ശരീരഭാരം നിയന്ത്രിച്ചു നിർത്തുന്നത് ഇൻസുലിൻ്റെ സംവേദനക്ഷമത മെച്ചപ്പെടുത്താനും രക്തസമ്മർദ്ദം കുറയ്ക്കാനും കൊളസ്ട്രോളിൻ്റെ അളവ് കുറയ്ക്കാനും അതുവഴി ഈ രോഗാവസ്ഥയുമായി ബന്ധപ്പെട്ട സങ്കീർണതകളുടെ സാധ്യത കുറയ്ക്കാനും സഹായിക്കും. അടുത്ത പോയിൻ്റ് ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നു എന്നുള്ളതാണ്. പഴങ്ങൾ, പച്ചക്കറികൾ, ധാന്യങ്ങൾ, ലീൻ പ്രോട്ടീനുകൾ, ആരോഗ്യകരമായ കൊഴുപ്പുകൾ എന്നിവയടങ്ങിയ ഹൃദയാരോഗ്യകരമായ ഭക്ഷണക്രമം ഉയർന്ന രക്തസമ്മർദ്ദം, ഉയർന്ന കൊളസ്ട്രോൾ തുടങ്ങിയ ഹൃദ്രോഗ ഘടകങ്ങളെ നിയന്ത്രിച്ചു നിർത്താൻ സഹായിക്കും. ആരോഗ്യകരമായ രക്തക്കുഴലുകൾ പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെയും പ്ലേക്ക് അടിഞ്ഞുകൂടുന്നത് കുറയ്ക്കുന്നതിലൂടെയും രക്തചംക്രമണം മെച്ചപ്പെടുത്തുന്നതിലൂടെയും പോഷകങ്ങൾ അടങ്ങിയ ആഹാരങ്ങൾ മൊത്തത്തിലുള്ള ഹൃദയാരോഗ്യത്തെ മെച്ചപ്പെടുത്തുന്നു. നാലാമത്തെ പോയിൻ്റ് രക്തസമ്മർദ്ദ നിയന്ത്രണമാണ്. പൊട്ടാസ്യം, മഗ്നീഷ്യം, ഫൈബർ തുടങ്ങിയ പോഷകങ്ങൾ രക്തസമ്മർദ്ദം കുറയ്ക്കാൻ സഹായിക്കുമെന്ന് തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. ഈ പോഷക ഘടകങ്ങളാൽ സമ്പന്നമായ ഭക്ഷണക്രമം സോഡിയം കഴിക്കുന്നത് കുറയ്ക്കുന്നത് പ്രമേഹത്തിനും ഹൃദ്രോഗത്തിനും ഒരുപോലെ അപകട ഘടകമായ രക്തസമ്മർദ്ദം, ഹൈപ്പർ ടെൻഷൻ കുറയ്ക്കുന്നതിന് സഹായിക്കും. അടുത്ത പോയിൻ്റ് എന്ന് പറയുന്നത് ശരീരത്തിലുള്ള ഇൻഫ്ലമേഷൻ കുറയ്ക്കാൻ സഹായിക്കുന്നു എന്നുള്ളതാണ്. പ്രമേഹവും ഹൃദ്രോഗവും ഉൾപ്പെടെയുള്ള പല വിട്ടുമാറാത്ത അവസ്ഥകളിലും വിട്ടുമാറാത്ത ഇൻഫ്ലമേഷൻ ഒരു സാധാരണ അടിസ്ഥാന ഘടകമാണ്. കൊഴുപ്പുള്ള മത്സ്യം, പരിപ്പ്, വിത്തുകൾ, പഴങ്ങൾ, പച്ചക്കറികൾ പോലെയുള്ള ആൻറ്റി ഇൻഫ്ലമേറ്ററി ഭക്ഷണങ്ങളുടെ ഉപയോഗം ഇൻഫ്ലമേഷൻ കുറയ്ക്കാനും ഈ രോഗാവസ്ഥകളുമായി ബന്ധപ്പെട്ട സങ്കീർണതകളുടെ സാധ്യത കുറയ്ക്കാനും സഹായിക്കും. അടുത്ത പോയിൻ്റ് എന്ന് പറയുന്നത് മെച്ചപ്പെട്ടൊരു ലിപ്പിഡ് പ്രൊഫൈൽ ഉണ്ടാക്കിയെടുക്കാൻ പോഷകാഹാരങ്ങൾ നമ്മളെ സഹായിക്കും. കൊളസ്ട്രോൾ അളവുകളെയും ലിപ്പിഡ് പ്രൊഫൈലുകളെയും സ്വാധീനിച്ച് ലിപ്പിഡ് മാനേജ്മെൻറ്റിൽ പോഷകാഹാരങ്ങൾ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു. ഒമേഗ 3 ഫാറ്റി ആസിഡുകൾ, വെള്ളത്തിൽ ലയിക്കുന്ന ഫൈബറുകൾ, പ്ലാന്റ് സിസ്റ്റോളുകൾ എന്നിവയാൽ സമ്പന്നമായ ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്തുന്നത് LDL കൊളസ്ട്രോളിൻ്റെ അളവ് കുറയ്ക്കാനും HDL കൊളസ്ട്രോളിൻ്റെ അളവ് വർദ്ധിപ്പിക്കാനും സഹായിക്കുന്നു. ഇത് ഹൃദയ സംബന്ധമായ രോഗങ്ങളുടെ സാധ്യത കുറയ്ക്കാൻ സഹായിക്കുന്നു. രണ്ടാമത്തെ പോയിൻ്റ് രക്തം കട്ട പിടിക്കുന്നത് തടയാൻ പോഷകാഹാരങ്ങൾക്ക് സാധിക്കും. ഇലക്കറികളിൽ കാണുന്ന വിറ്റാമിൻ K പോലെയുള്ള പോഷകങ്ങൾ രക്തം കട്ട പിടിക്കുന്നത് തടയുന്നതിൽ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു. ഭക്ഷണത്തിലൂടെ ഈ പോഷകങ്ങളുടെ മതിയായ അളവ് നിലനിർത്തുന്നത് രക്തം കട്ട പിടിക്കാതിരിക്കാൻ സഹായിക്കും. ഈ രക്തം കട്ട പിടിക്കുന്നത് ഹൃദ്രോഗത്തിൻ്റെ ഒരു നിർണായക ഹാർട്ട് അറ്റാക്ക് വരുന്നതിന് ഒരു നിർണായക ഘടകമാണ്. അതിനെ അവോയ്ഡ് ചെയ്യാൻ സഹായിക്കും. എട്ടാമത്തെ പോയിൻ്റ് പോഷകാഹാരത്തിൻ്റെ സ്ഥിരമായ ഉപയോഗങ്ങൾ മൊത്തത്തിലുള്ള നിങ്ങളുടെ ആരോഗ്യത്തെ വർദ്ധിപ്പിക്കുന്നു. സമീകൃതാഹാരം മൊത്തത്തിലുള്ള ആരോഗ്യത്തിനും ക്ഷേമത്തിനും ആവശ്യമായ പോഷകങ്ങൾ ശരീരത്തിന് നൽകുന്നു. പോഷകസമ്പുഷ്ടമായ ഭക്ഷണങ്ങൾ ശരീരത്തെ പോഷിപ്പിക്കുകയും പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുകയും വിവിധ അവയവങ്ങളുടെയും സിസ്റ്റങ്ങളുടെയും ഒപ്റ്റിമൽ പ്രവർത്തനത്തെ പിന്തുണയ്ക്കുകയും ചെയ്യുന്നു.
വിട്ടുമാറാത്ത അവസ്ഥകളെ കൈകാര്യം ചെയ്യുന്നതിനും അവരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിനും വ്യക്തികളെ സഹായിക്കുന്നു. അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് ജീവിതശൈലി പരിഷ്കരണം ആണ്. ആരോഗ്യകരമായ ഭക്ഷണശീലങ്ങൾ സ്വീകരിക്കുന്നത് പലപ്പോഴും വിട്ടുമാറാത്ത ശാരീരിക അവസ്ഥകളെ കൈകാര്യം ചെയ്യുന്നതിനായിട്ട് ശുപാർശ ചെയ്യുന്നു. ജീവിതശൈലി പരിഷ്കരണത്തിൻ്റെ ഭാഗമാണിത്. ശാരീരിക പ്രവർത്തനങ്ങൾ, സ്ട്രെസ് മാനേജ്മെൻറ്റ്, മരുന്നുകൾ എന്നിവയ്ക്കൊപ്പം ആരോഗ്യ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിലും അത് നിലനിർത്തുന്നതിലും പോഷകാഹാരം ഒരു നിർണായക പങ്കുവഹിക്കുന്നു. 10ാമത്തെ പോയിൻ്റ് എംപവർമെൻറ്റ് ആൻഡ് സെൽഫ് മാനേജ്മെൻ്റ് ആണ്. വിട്ടുമാറാത്ത രോഗാവസ്ഥകൾ കൈകാര്യം ചെയ്യുന്നതിൽ പോഷകാഹാരത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് വ്യക്തികളെ ബോധവൽക്കരിക്കുന്നത് അവരുടെ ആരോഗ്യത്തിലും അവരുടെ സ്വയം മാനേജ്മെൻറ്റിനും സജീവമായ പങ്കുവഹിക്കാൻ അവരെ പ്രാപ്തരാക്കുന്നു. ഭക്ഷണക്രമം തിരഞ്ഞെടുക്കുന്നതിലൂടെയും ആരോഗ്യകരമായ ഭക്ഷണശീലങ്ങൾ സ്വീകരിക്കുന്നതിലൂടെയും വ്യക്തികൾക്ക് അവരുടെ രോഗാവസ്ഥയുടെ സങ്കീർണതകളെ കുറയ്ക്കാനും മൊത്തത്തിലുള്ള ആരോഗ്യഫലങ്ങൾ മെച്ചപ്പെടുത്താനും സഹായിക്കും. താങ്ക് യു.